വിവരിക്കുക പ്രയാസകരമാണ്. അത്രമാത്രം വേദനയായി ജെൻസൺ നിൽക്കുന്നു. ഒപ്പം ശ്രുതി ആശുപത്രി കിടക്കയിലാണ്. ജെൻസന്റെ വിടവാങ്ങൽ സമയത്ത് എല്ലാവരും നഷ്ടപ്പെട്ട ശ്രുതിക്ക് കൈത്താങ്ങായി ചേർത്ത് നിർത്തിയ ജെൻസൺ ഇപ്പോൾ ശ്രുതിയെ ഒറ്റയ്ക്കാക്കി മടങ്ങുന്ന അതിസങ്കടകരമായിട്ടുള്ള സാഹചര്യമാണ്. അനുമോദ് ഒരു നാടൊന്നാകെ ആ കുടുംബത്തിൻ്റെ വേദനയിൽ പങ്കുചേരുന്നുണ്ട്. വിങ്ങിപ്പൊട്ടിയാണ് നിൽക്കുന്ന എല്ലാവരും. പൊതുദർശനം ഒക്കെ അത് എത്രമാത്രം ഒരുപാട് ആളുകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. എപ്പോഴാണ് ഈ സംസ്കാരത്തിൻ്റെ ചടങ്ങുകളൊക്കെ പൂർത്തിയാവുക? എപ്പോഴാണ് പള്ളിയിൽ സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത്? എൽദോ ഒരു അരമണിക്കൂറിനുള്ളിൽ വീട്ടിലെ ചടങ്ങുകൾ പൂർത്തിയാക്കി മൃതദേഹം സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകും. നിശ്ചയിച്ച സമയക്രമങ്ങൾക്കെല്ലാം അപ്പുറത്താണ് ഈ ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്നാൽ ഏതാണ്ട് ഒരു 4:30 സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അവിടെ പള്ളിയിൽ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അദ്ദേഹത്തെ അവസാനമായി ഓഡിറ്റോറിയത്തിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചവർ കൂടുതൽ പേരും പള്ളിയിലേക്ക് നീങ്ങിയിട്ടുണ്ട്. കാരണം ഇത് ചെറിയൊരു വീടാണ്. വീട്ടിലേക്ക് കടന്നു വരുന്ന ചെറിയ ഒരു വഴിയാണ്. കൂടുതൽ പേർക്കൊന്നും ഇവിടേക്ക് എത്താൻ കഴിയില്ല. അതുകൊണ്ട് വളരെ കുറച്ചു പേർ മാത്രമാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഇനി അല്പസമയത്തിനകം ഈ ചടങ്ങുകൾ പൂർത്തിയാക്കി മൃതദേഹം പള്ളിയിലേക്ക് കൊണ്ടുപോകും. നിശ്ചയിച്ച സമയക്രമം വൈകിയാണെങ്കിലും 4:30 ഈ ഒരു ചടങ്ങുകൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ കരുതുന്നത്. കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. എന്താണെങ്കിലും വീട്ടിൽ നിന്നുള്ള ശുശ്രൂഷ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ മൃതദേഹം അവസാന യാത്ര ജെൻസൺ തന്റെ അവസാന യാത്ര ആരംഭിക്കും പള്ളി സെമിത്തേരിയിലേക്ക്. അവസാന യാത്രയാണ്. വീട്ടുകാർ ഇപ്പോൾ അന്ത്യചുംബനം നൽകുകയാണ് ജെൻസൺ. ശ്രുതിനോട് ഞാൻ എന്ത് പറയും മോനെ? ശ്രുതി മോളയോട് ഞാൻ എന്ത് പറയും മോനെ? എന്നോട് ചോദിക്കും ഇച്ഛയെ വിളിച്ചോ. ഞാൻ എന്ത് പറയുന്നുണ്ടോ? ഞാൻ പറയും എന്ത് പറയാൻ ഞാൻ